ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നവ്യൊക്കെ വെയിറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വ്ളോഗാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു ദിവസം അടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ അനുചേച്ചിയുടെ കല്യാണത്തിനേക്കാണ് പോകുന്നത്. ജാനുവരി 11-നായിരുന്നു കല്യാണം. സോ ഞങ്ങളെല്ലാവരും അഫിനിക്സ് ടീം മൊത്തം ജാനുവരി 10-ന് തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു. പക്ഷെ പല പല ഭാഗങ്ങൾ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ രഞ്ജിതയുടെ കൂടെ അവളുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നൈറ്റായി 12 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വിശന്ന് കുറേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തട്ടുകടയിൽ കയറി ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ടയേർഡായിരുന്നു. അപ്പം എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. രാവിലത്തെ ആ ഒരു ചെറിയ കോടയൊക്കെ. അപ്പോൾ ഒരാൾ വലിയ കാര്യത്തിൽ പറയടി നീ ആ കോടയൊക്കെ എടുക്കും, നല്ല ഭംഗിയില്ല. അവൾ തന്നെ അരപ്പിരി കിളിയായിട്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് റെഡി ആയിട്ട് നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ക്ലബ് 6-ലായിരുന്നു നമ്മുടെ അനുചേച്ചിയുടെ കല്യാണം നടന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡേ വന്നു ഗൈസ്. അനുപമ വെറ്റ്സ് വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ദിവസം വന്നു. ഞങ്ങളെല്ലാവരും കാത്തിരുന്നതാണ്. എല്ലാവരും എന്ന് വെച്ചാൽ എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചേച്ചി, ഞാൻ 2 വർഷമായി അഫിനിക്സിൽ ഇപ്പോൾ കയറിയിട്ട്. സോ ചേച്ചി ഞങ്ങളുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്ന ഒരു ചേട്ടൻ തന്നെയാണ് കിട്ടിയേക്കുന്നതും. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഡേ ചേച്ചിയുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട്. എന്താ പറയുക, ഇത്രയും വേഗമാകും എന്ന് കരുതിയില്ല. ചേച്ചി പോയപ്പോഴും നല്ല വിഷമം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം പോയതിന് ഈ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണുക, എൻജോയ് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇമോഷനായിരുന്നു. ചേച്ചി കല്യാണം കഴിഞ്ഞ് ആ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് നോർമലി നെഞ്ചിലൊരു ഇടുപ്പ് വരുമല്ലോ. എനിക്ക് അങ്ങനെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക. അങ്ങും ഇങ്ങും കുറേ മിസ് ഔട്ടായിട്ടുണ്ട്. എന്തോ എല്ലാം എനിക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ.